ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് വിഷു സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ 3 മാമ്പഴമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. സാധാരണ നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് ചെറിയ മാമ്പഴമാണ്. ഞങ്ങളുടെ അവിടെ മുട്ടിക്കുടി എന്നാണ് പറയുക മാമ്പഴത്തിന്. അത് ഇവിടെ കിട്ടുന്നില്ല. മുന്നത്തെ പ്രാവശ്യം കിട്ടിയിരുന്നു, പക്ഷേ ഇപ്പോഴത്തെ പ്രാവശ്യം കിട്ടുന്നില്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് ഉണമ്പോഴെന്ന് പറഞ്ഞ പോലെ കിട്ടിയ മാമ്പഴം വെച്ചിട്ട് ഞാനൊരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുകയാണ്. ഈ നാട് മിസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. നാട്ടിലത്തെ മിസ് ചെയ്യുന്ന കുറച്ച് ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഈ മാമ്പഴമല്ലേ, അതിൻ്റെ തോലി ഒന്ന് പിഴിതെടുക്കാം, അല്ലെങ്കിൽ കത്തി വെച്ച് ചെത്തിയെടുക്കാം. അല്ലെങ്കിൽ നാട്ടിലൊക്കെ ആണെങ്കിൽ ചെറിയ ഈ മുട്ടിക്കുടി മാമ്പഴത്തിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കണ്ടോ, ഇതേപോലെ ഇങ്ങനെ തൊലി എടുക്കുകയാണ് പതിവ്. ഞാൻ മൂന്നും ജസ്റ്റ് ഒന്ന് നോക്കിയായിരുന്നു, അതാണ് കേട്ടോ വീഡിയോയിലിട്ടത്. അപ്പോൾ ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിനി മാമ്പഴ പുളിശ്ശേരിക്കുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. അതിന് വേണ്ടിയിട്ട് നന്നാക്കി വെച്ചിട്ടുള്ള ഈ മാമ്പഴം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. ഏകദേശം മാമ്പഴത്തിനൊപ്പം തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിനൊപ്പം തന്നെ മുളക് പൊടിയും ഇട്ടിട്ടാണ് കേട്ടോ ഇങ്ങനെ ഈ മാമ്പഴ പുളിശ്ശേരിക്ക് ഈ മാമ്പഴം വേവിച്ചെടുക്കാറുള്ളത്. സാധാരണ ചിലപ്പോൾ പലരും ഉപയോഗിക്കാറുണ്ടാവില്ല. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അവിടെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ മുളക് പൊടി ഇടുന്ന കാര്യം കേട്ടിട്ടില്ല. പച്ചമുളക് ഇട്ടിട്ട് അരച്ചിട്ട് അങ്ങനെ തന്നെ ഉപയോഗിക്കാറുള്ളത്. പക്ഷേ എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ് ചെയ്യാറ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഒരു വലിയ ശർക്കര ഇട്ടിട്ടാണ് ഇത് വേവിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ശേഷം ഇളക്കി കൊടുത്ത് ഇനി നമുക്ക് ഇത് നല്ലപോലെ തിളച്ച് വറ്റി വരണം. തിളച്ച പാത്രം പോലെ ആ വെള്ളം മൊത്തം വറ്റി വരണം. ആ ടൈമിൽ നമുക്ക് ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാം. അരമുറി നാളികേരം, 2 പച്ചമുളക്, 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇത് നമുക്ക് അരച്ചെടുക്കാം. ഞാനിപ്പോൾ അരയ്ക്കുന്നതിന് വെള്ളത്തിന് പകരം മോര് വെച്ചിട്ടാണ് അരയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാലോ ഇത്രയും ഇത് അരഞ്ഞെടുക്കണമെങ്കിൽ എത്ര മോര് ജസ്റ്റ് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അത്രയും ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ പുളിശ്ശേരിക്കുള്ള മാമ്പഴം വെന്ത് വരുന്ന സമയത്ത് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് നോക്കാം. ഇതേ കണ്ടില്ലേ, ഇതേപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇതുപോലെ വറ്റി വരണം. അപ്പോൾ നല്ല മാമ്പഴത്തിനുള്ളിലേക്കൊക്കെ നല്ലപോലെ സ്വീറ്റ് ആയിട്ടുണ്ടാവും, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും. ആ ടൈമിൽ തന്നെ നമുക്ക് ഈ അരപ്പ് ഒഴിച്ച് കൊടുക്കാം. മിക്സിയിൽ ജാറിൽ മൊത്തം അരപ്പം കിട്ടാനായിട്ട് കുറച്ച് വെള്ളം മിക്സിയിൽ ജാറിൽ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ചേർത്ത് കൊടുത്തിട്ടുള്ള അരപ്പിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള മോര് കൂടാണ്ട് ബാക്കിയുള്ള മോരും കൂടി ഒഴിച്ച് കൊടുക്കാം. ഏകദേശം 1 ഗ്ലാസ് മോരൊക്കെയാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ശേഷം അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ചെറിയൊരു തള വന്നാൽ മതി. അപ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, ഇതേപോലെ ചെറിയൊരു തള വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാൻ നോക്കാം. ശേഷം ഇതിലേക്ക് കടുക് പൊട്ടിച്ചത് ചേർക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. ആ കടുക് പൊട്ടി വന്നു കഴിഞ്ഞാൽ അതിനൊപ്പം തന്നെ വറ്റൽമുളക്, കറിവേപ്പില ഇത് രണ്ടും ചേർത്ത് 2 മിനിറ്റ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കറിയിലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നമ്മുടെ കറി ഏകദേശം അല്ല റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞ ശേഷം കുറച്ച് ഉലുവപ്പൊടിയില്ലേ, അത് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്പ്രെഡ് ചെയ്ത് ഇതിൻ്റെ പിന്നാലെ തന്നെ വേഗം തന്നെ അടച്ചു വെക്കണം കേട്ടോ. ആ കറിക്ക് പ്രത്യേക ഒരു ഉലുവപ്പൊടി ഇട്ട് ലാസ്റ്റ് ഫൈനലി നമ്മളിങ്ങനെ ഈ കാച്ചിയത് ഒഴിച്ചതിന് ശേഷം ഈ ഉലുവപ്പൊടി ഇട്ട് അടച്ചു വയ്ക്കുന്ന പ്രത്യേക ഒരു ഫ്ലേവറാണ്. പിന്നെ അങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു കറി റെഡി ആയിട്ടുണ്ട്. മാമ്പഴ പുളിശ്ശേരിയുടെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കറി സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടിട്ട് മോന് കുത്തിയിട്ട് ഓടി വന്നതാണ് കേട്ടോ ടേസ്റ്റ് ചെയ്യാനായിട്ട്. സൂപ്പർ.